എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നന്ദുവും കനകയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അമ്മയമ്മയുടെ മരുമകളുടെ കള്ളക്കളികൾ എന്തായാലും നമുക്ക് പൊളിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുകയാണ്, എന്തായാലും നമുക്ക് നവ്യേച്ചി പോകുമ്പോൾ നയനേച്ചിയും കൂടെ കൊണ്ടുപോകണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് ഒരു കാര്യമില്ലാതെ നയനയെ നമുക്കങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, എന്ത് പറഞ്ഞാൽ കൊണ്ടുപോകാം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള വഴി എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് നയന വരികയാണ് ചെയ്യുക. അപ്പോൾ പറയുന്നുണ്ട്, നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് രണ്ടുപേരും കൂടെ ആലോചന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഒന്നുമില്ല, അമ്മയ്ക്ക് ചെറുതായിട്ട് ഒന്ന് നടുവേദനയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക പെട്ടെന്ന്, അയ്യോ എനിക്ക് നടുവേദന ഉണ്ട്, മോള് പിന്നെ ആരോടും ഇത് പറയണ്ട എന്നൊക്കെ ഇങ്ങനെ നയനയോട് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഡോക്ടറെ കാണിക്കാൻ പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതിന് വേണ്ടിയുള്ള കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിനുശേഷം നന്ദി പറയുന്നുണ്ട്, എന്തായാലും ചേച്ചിയും കൂടെ 2 ദിവസം വന്ന് വീട്ടിൽ നിൽക്കണം, നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒരു സഹായം ആവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, എനിക്ക് വരണമുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, ആദർശമോ വിടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ആദർശമായിട്ടും വിടുകയൊക്കെ ചെയ്യും, ആദർശൻ്റെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. പിന്നെ ആർക്കാ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ, അല്ല അമ്മ നമ്മൾ ഇങ്ങനെ വിടുമോ എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദുവിനും അതുപോലെ തന്നെ കനകയ്ക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഈ ഇങ്ങനെ കള്ളമാണ് പറയണേന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർ പരസ്പരം നോക്കിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ഇങ്ങനെ പറയുകയാണ്, അമ്മയ്ക്ക് ആ ഒരു സ്നേഹമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അല്ലേ ഇപ്പോൾ ഉണ്ടാക്കി തരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആദർശേട്ടനെ ഞാൻ ഇതൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നത്, പിന്നെ ഞാൻ ഇവിടുന്ന് പോയി കളയണമെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്തായാലും ഞാൻ ആദർശനോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുകയാണ്, കനകയും നന്ദും കൂടെ എന്തായാലും നമ്മളെ പ്ലാൻ വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ അവർ അകത്തേക്ക് പോവുകയാണ്. നയന നേരെ വരുന്നത് ആദർശിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ എന്തായാലും 2 ദിവസം വീട്ടിൽ പോയി നിന്നോട്ടെ, നമ്മൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കുറവല്ലേ, അതുപോലെ തന്നെ നന്ദു ഇനിയിപ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ പോയാൽ ഇനി ഒരുപാട് നാൾ കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്കും ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം പോയി നിന്നോട്ടെ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നീ പോയി നിന്നോ, അതിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അല്ല അമ്മ സമ്മതിക്കുമെന്ന് അറിയാൻ വയ്യാതെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയണം, അയ്യോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് നമുക്ക് എന്തായാലും പരിഹരിക്കാം, അതിനൊരു വഴിയുണ്ട്, എന്തായാലും അത് മുത്തച്ഛനോട് പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ അനാമികയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനാമിക വരാത്തതിൽ എനിക്കൊരു വിഷമമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവനും ഒരു വിഷമമില്ല, പിന്നെ ആരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും അവൻ അതിനോടൊന്നും പ്രതികരിച്ചതുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി നന്ദുവിൻ്റെ മനസ്സിലും അനിയുടെ മനസ്സിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇനി പഴയ പോലെ ഒരു ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആദർശം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയനെ പറയുന്നുണ്ട്, അതൊക്കെ പറഞ്ഞ് തിരുത്താനും കൂടിയാണ് ഞാനിങ്ങനെ എന്തായാലും വീട്ടിലേക്ക് പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദർശ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മുത്തശ്ശനോട് പോയി പറയട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഗോവിന്ദനെയും മുത്തശ്ശിയും കേട്ടോ കാണിക്കുക. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശന് ഗോവിന്ദനോട് പറയുന്നുണ്ട്, താൻ നല്ലൊരു കലാകാരനാണെന്നും പക്ഷേ അതിനനുസരിച്ച് തനിക്ക് ഉയരാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷേ തൻ്റെ കഴിവുകളെല്ലാം കിട്ടിയിട്ടുള്ളത് നയന മോൾക്കാണെന്നും അതുകൊണ്ടാണ് മോൾ നല്ലൊരു ഡിസൈനറായി മാറിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ടല്ലേ മൂർത്തിസ് ജ്വല്ലറിയിൽ നയനാസ് കളക്ഷൻസ് എന്നുള്ള ഗോൾഡ് തന്നെ വിറ്റ് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അതുപോലെ തന്നെ മോൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മൂർത്തി സാറും പറയുന്നുണ്ട്, അത് മോളുടെ കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ട് തന്നെയാണ് മോൾ ഇത്രയും ഉയർച്ചയിലെത്തിയത്, അതുപോലെ തന്നെ കലാകാരന്മാരെ എന്നായാലും അതിനുള്ള ഒരു അനുഗ്രഹം ദൈവം കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്തേക്കാണ് ആദർശ് അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ ഇങ്ങനെ നവ്യ വീട്ടിൽ പോകുന്ന സമയത്തേക്ക് നയനയ്ക്കും കൂടെ 2-3 ദിവസം വീട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇനിയിപ്പോൾ നന്ദു ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് മാസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ, അതുകൊണ്ട് 3 പേർക്കും കൂടെ ഒത്തുകൂടാൻ കിട്ടുന്ന ഒരു അവസരമാണ്, അതുകൊണ്ട് നയനയ്ക്കിങ്ങനെ
പോകണമെന്ന് പറയുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അത് ഗോവിന്ദൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയാണ് അത് നയന ഇപ്പം എന്നോട് വന്ന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, നയനയുടെ ആഗ്രഹമാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനെന്താ മോള് പൊയ്ക്കോട്ടെ, എന്താ പ്രശ്നം, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണ്ടേ എനിക്ക് വേറെ പ്രശ്നമില്ല, എനിക്ക് അവിടെ 2-3 ദിവസം പോയി നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് അല്ല അമ്മ ഓ എന്നാ. അപ്പോൾ ഇങ്ങനെ പറയുമ്പം തന്നെ മുത്തശ്ശി പറയും ഓ ഇനി അമ്മ സമ്മതിക്കില്ലല്ലോ, മരുമോളെ ഇഷ്ടമില്ലെങ്കിലും അവിടെ പോയി നിൽക്കുന്നത് ഇഷ്ടമില്ലല്ലോ ദേവയാനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മൂർത്തി സാറ് പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ വിളിക്കുന്നെന്ന് പറയേ, ഞാൻ സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശനെ അങ്ങനെ ആദർശങ്ങ് ദേവേനെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുക. അടുത്തായിട്ട് ജയനെയും ദേവയാനിയായിട്ട് കാണിക്കുക. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട് എന്താ നവ്യമോള് പോവുകയല്ലേ, അപ്പോൾ നവ്യമോൾക്ക് സ്വർണ്ണമൊന്നും കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ് അതിന് സ്വർണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അനാമിക മോൾക്ക് താൻ ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ കൊടുത്തല്ലോ, പിന്നെ സ്വന്തം മരുമകളുടെ ചേച്ചിക്ക് സ്വർണ്ണമൊന്നും കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മരുമകൾക്കും അതുപോലെ തന്നെ മരുമകളുടെ ചേച്ചിക്കും സ്വർണ്ണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് അവിടേക്ക് ആദർശ് വരിക. എന്നിട്ട് വന്ന് പറയുന്നുണ്ട് അമ്മയെ മുത്തശ്ശി ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് വിളിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജയൻ പറയുകയാണ് ഇനി അമ്മായിയമ്മയുടെ മരുമകളുടെ കാര്യം സംസാരിക്കാനാണോ വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് അതിന് ഞങ്ങളുടെ കാര്യം എന്ത് സംസാരിക്കാനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് അല്ല അവിടെ അച്ഛനമ്മയൊക്കെ വന്ന സമയത്തും നീ മരുമകളുടെ അടുത്ത് വളരെ മോശമായിട്ടല്ലേ സംസാരിച്ചത്, അപ്പോൾ അതൊക്കെ അവർക്ക് വലിയ വിഷമമായി കാണും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയണേ നീ എന്തായാലും പഴയതിനെ പോലെ ആവരുത്, കുറച്ചുകൂടെ നല്ലതാവണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ് ഞാൻ പഴയതുപോലെ അല്ലല്ലോ, ഇപ്പോൾ അവരോട് കുറച്ചുകൂടെ നല്ലതായിട്ടല്ലേ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് ജയൻ അത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് നീ ഇനി കൂടുതൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നയന മോളെ അവരങ്ങ് വീട്ടിൽ കൊണ്ടുപോകും, പിന്നെ നീ കിടന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരവിടെ തന്നെ നിർത്തും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അവരവിടെ മോളെ അവിടെ തന്നെ വീട്ടിൽ തന്നെ നിർത്തുകയാണെങ്കിൽ നിർത്തിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് പിന്നെ മോൻ്റെ വിഷമം കണ്ടിട്ട് പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് ഒരു ബഹളം ഉണ്ടാക്കില്ലെന്നൊക്കെ ഇങ്ങനെ ജയനും പറയുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും ദേവേനി പറയുന്നുണ്ട് എന്തായാലും ഞാൻ അച്ഛൻ എന്തിനാണ് വിളിച്ച് പോയി ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജയൻ ആദർശിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നയനയ്ക്ക് ഇങ്ങനെ നവ്യ പോകുമ്പോഴത്തേക്ക് 2 ദിവസം വീട്ടിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ ഞാൻ സമ്മതിച്ചായിരുന്നു, ഇനി അമ്മ സമ്മതിക്കണമെങ്കിലും ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, അതുകൊണ്ട് മുത്തശ്ശനോട് പറഞ്ഞായിരുന്നു, അപ്പോൾ മുത്തശ്ശൻ അതിൻ്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിപ്പിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയൻ പറയുന്നത് ഓ അത് ശരി അതിനാണല്ലേ വിളിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശ് പറയുന്നുണ്ട് എങ്കിൽ ഞാനും കൂടെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ട് അടുത്തായിട്ട് നന്ദുവിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ മൂർത്തി സാർ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇങ്ങനെ SI ആയാൽ പോലും മോള് സിവിൽ സർവീസിനൊക്കെ എഴുതിയെടുക്കണം, അതിനുള്ള ബുദ്ധി ഉണ്ടെന്നൊക്കെ എന്നെ നയന മോള് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയാണ് ഇവളെ SI ആവുന്നെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇവള് നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല, മുഖം നോക്കാതെ തന്നെ പ്രതികരിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മൂർത്തി സാർ പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ആവേണ്ടത്, എന്നിരുന്നാലും അത് എല്ലാ അമ്മമാർക്കും അങ്ങനെയുള്ള ഭയം കാണും, എന്നാലും മോള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഈ മക്കളുടെ അമ്മ ഇതിൽ കനയ്ക്ക് അഭിമാനിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കും അവിടേക്ക് ദേവയാനി വരികയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ദേവയാനിയോട് മൂർത്തി സാർ ഇങ്ങനെ പറയുകയാണ് ചെയ്യുക നയനമോൾക്കൊരാഗ്രഹമുണ്ട്, നവ്യമോൾ പോകുന്ന സമയത്തേക്കും എന്തായാലും നയനമോൾക്കും 2 ദിവസം വീട്ടിൽ പോയി നിൽക്കണമെന്നാണ്, എന്തായാലും നന്ദു ട്രെയിനിങ് ക്യാമ്പിന് ഇങ്ങനെ പോവുകയല്ലേ, ഇനി മാസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമില്ല, എന്തായാലും മോൾ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശം അവിടേക്ക് വരികയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട് നയനമോള് പോയി നിൽക്കുന്നതിൽ എവന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കും എന്താ കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോൾ അവിടെ പോയി നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആദർശനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല, 2 ദിവസം നയനെ പോയി നിൽക്കുന്നതിൽ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയാണ്, ദേവയാനി പെട്ടെന്ന് പറയും കേട്ടോ, ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭാര്യ അങ്ങ് പോയി കഴിയുമ്പോൾ ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് നടക്കല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയും എന്തിനാ ഒറ്റപ്പെട്ട്
നടക്കുന്ന ഈ നയനമോളല്ലേ പോകത്തുള്ളൂ, ബാക്കി എല്ലാവരും ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്, പിന്നെ ഇങ്ങനെയാ ഒറ്റപ്പെടുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയം ദേവേനയും ഇങ്ങനെ നയനയും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് കേട്ടോ, രണ്ടുപേർക്കും കാണാതിരിക്കുന്നതിൽ. അപ്പോഴത്തേക്കും ഇതൊക്കെ കനകം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും മോളും അതുപോലെ തന്നെ അവളെ അച്ഛനും അമ്മയും മാന്യതയുള്ളതായതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അനുവാദമൊക്കെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആദർശ് പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തൊന്നും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം നിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും തടസ്സം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, ഞാനും തടയുന്നില്ല, അവൾക്ക് പോകണമെങ്കിൽ അവൾ പോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചാലേ ഞാൻ പോകത്തുള്ളൂ എന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മനസ്സൊന്നും നീ നോക്കണ്ട, നിനക്ക് പോകണമെങ്കിൽ നീ പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ എന്തായാലും പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നിട്ട് നയനിങ്ങനെ ദേവിനെ നോക്കിയിട്ട് അങ്ങ് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ, റൂമിലേക്ക്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, നയനമോള് വീട്ടിലേക്ക് പോകുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ദേവേനിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് പ്രയാസമാണോ ദേഷ്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ആദ്യത്തേതാവാൻ സാധ്യതയില്ല, രണ്ടാമത്തേതാവാനേ സാധ്യതയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ദേവേനി പറയുകയാണ്, എന്തായാലും അവളുടെ ആഗ്രഹം നടന്നല്ലോ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആരും ഒന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോവുകയാണ് ചെയ്യുക. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആളെ പഞ്ചഭാവമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ആൾക്ക് ഭയങ്കര സ്നേഹമാണെന്നും ഇങ്ങനെ ആദർശിന് വയ്യാതിരുന്ന സമയത്തൊക്കെ അതൊക്കെ നമ്മൾ അനുഭവിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയാണ്, ഇവന് രണ്ടാമതൊരു കുട്ടി വേണ്ടാന്ന് പോലും ദേവേനി പറഞ്ഞത് അത് ഇവനോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്, അതറിയാമല്ലോ, സ്നേഹിച്ച ചങ്ക് പറിച്ച് കൊടുക്കുന്ന ആളാണ് ദേവേനി, അതുപോലെ തന്നെ വെറുത്താലും അതറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക മനസ്സ് വിചാരിക്കുന്നുണ്ട്, ഇപ്പം എന്തായാലും അമ്മായിയമ്മ മരുമകൾക്ക് ചങ്ക് പറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് നയന ഇങ്ങനെ റൂമിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവേനി ഇങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവിടെ റൂമിൽ വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മോളുടെ അച്ഛൻ്റെ അമ്മയുടെ ആവശ്യം എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, എങ്കിലും മോള് പോയിട്ട് പെട്ടെന്ന് വരണേ, മോളെ ഒരുപാട് ദിവസമൊന്നും എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു കാരണവശാലും എനിക്ക് മോളെ അവിടെ വന്ന് കാണാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, അതെനിക്കറിയാമേ, അതുകൊണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് മടങ്ങി വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പെട്ടെന്ന് മടങ്ങി വരുമ്പോൾ, അതുപോലെ തന്നെ അമ്മയ്ക്ക് ചെറിയൊരു അവശതയുണ്ട്, അതുപോലെ നന്ദുവിന് ചിക്കൻ ബോക്സ് ഇപ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ, പിന്നെ നവ്യേച്ചിക്കും നമ്മളെല്ലാം കൂടെ ഒത്തുകൂടുമ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വിഷു അല്ലേ വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, വിഷുവിന് മോൾ ഇവിടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം, എനിക്ക് മോൾക്ക് കൈനീട്ടമൊക്കെ തരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് അവിടെ നിന്ന് വരുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് ദേവേനി ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് നയനയോട്. അപ്പോൾ പറയാണ്, പോകുന്നതൊക്കെ കൊള്ളാം, ഇവിടെ ഒരുത്തരുടെ കാര്യം അറിയാമല്ലോ, ഇവിടെ ഉറങ്ങാതിരുന്നാൽ എനിക്ക് ദേഷ്യം വരുമെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് വരുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഉറങ്ങാതിരിക്കാനൊന്നും പോകുന്നില്ല അമ്മേ, 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, അതൊക്കെ നീ ഇപ്പോൾ പറയും, ഇവിടെ മുത്തശ്ശൻ തന്നെ പറയുന്നത് എവിടെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വീട് ഉറങ്ങിയതുപോലെ ആവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ അവൾ എല്ലാവരെയും സ്വാധീനിച്ച് വെച്ചിരിക്കുകയല്ലേ, ഇപ്പോൾ ജ്വല്ലറി പോലും അവളില്ലാതെ പറ്റാത്ത അവസ്ഥയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ആദർശ് പറയാണ്, അമ്മ എപ്പോഴും ഇങ്ങനെ അവളെ വഴക്ക് പറയാതെ അവളെ സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വഴക്കായിട്ടൊന്നും പറഞ്ഞതല്ല, എന്തായാലും അവളെ പോയിട്ട് നേരത്തെ വരണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ഇനി ഇവിടെ നാളെ വിളിക്കാൻ വന്നാലേ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവിടെ നിൽക്കരുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അമ്മ, ഞാൻ എന്തായാലും വരുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് വന്നാൽ നിനക്ക് കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി ഇങ്ങ് പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്കും ആദർശിൻ്റെ ഒരു ചെറിയ ഡൗട്ട് പോലെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നയനയുടെ അടുത്ത്, എടീ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്തേക്ക് അമ്മ നിന്നോട് എന്താ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നയന പെട്ടെന്ന്, ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു, പെട്ടെന്ന് വന്നോണോ എന്നൊക്കെ പറഞ്ഞതാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, നീ രണ്ട് മൂന്ന് ദിവസം അവിടെ പോയി നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും
നയന പറയുന്നുണ്ട് ഇനിയിപ്പോൾ വിഷുവൊക്കെയല്ലേ വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് നീ വിഷുവിന് ഇങ്ങ് വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇങ്ങ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചിട്ട് ആദ്യത്തെ വിഷുവാണ്, അതുകൊണ്ട് ഇവിടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്തേക്ക് ആദർശിട്ട് ഒരു ദിവസമെങ്കിലും അവിടെ വന്ന് നിൽക്കുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് നോക്കട്ടെ, പറ്റുമെങ്കിൽ എന്തായാലും അവിടെ വന്ന് നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് നീ ഇനി അങ്ങ് വീട്ടിൽ പോയാൽ ഓഫീസിലേക്ക് വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് ഞാൻ വരണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ് എന്തായാലും എൻ്റെ അച്ഛനമ്മയെ ആഗ്രഹിച്ച് നിന്നെ വിളിച്ചതല്ലേ, എന്തായാലും അവിടെ നിൽക്കുന്ന ദിവസങ്ങളിൽ നീ വരണ്ട, നീ ലീവ് എടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു 7 മാസ ചടങ്ങൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുകയാണ് അങ്ങനെ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹം, എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ, നമുക്ക് ഡോക്ടറെ കാണാൻ പോവാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.